ഈ പുഴയും കടന്ന് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിനീത് അരവിന്ദിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. ശാരദയും രാധമ്മയൊക്കെ കൂടെ എന്തൊക്കെയോ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. വിനീതിനെ കണ്ടപ്പോൾ ശാരദ പറയുന്നുണ്ട്, വാ മോനെ ഇവിടെ വന്നിരിക്കുന്നൊക്കെ പറയും. അല്ല, ഇവിടെയുള്ളവരൊക്കെ എവിടെ പോയി അമ്മായി എന്ന് വിനീത് ചോദിച്ചപ്പോൾ നില സ്കൂളിൽ പോയി, പിന്നെ യമുന കോളേജിലേക്കും പോയി, കാവേരി ജോലിക്ക് പോയി. അപ്പോൾ പിന്നെ ഗംഗയോ? ഗംഗ കടയിലേക്ക് എന്തോ സാധനം വാങ്ങാനായിട്ട് പോയിരിക്കുകയാണ്. എന്ത് കടയിൽ സാധനം വാങ്ങാനോ? എന്തിനാ അമ്മായി അവളെ കടയിലേക്കൊക്കെ ഒറ്റയ്ക്ക് വിട്ടത്? എന്നോട് പറഞ്ഞാൽ പിന്നെ അതൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരുമായിരുന്നില്ലേ എന്ന് അവൻ ചോദിച്ചു. അത് സാരമില്ല എന്ന് ശാരദ പറഞ്ഞുവെങ്കിലും വിനീത് വിട്ടില്ല. എന്നാലും അത് ശരിയാണെന്ന് അമ്മായിക്ക് തോന്നുന്നുണ്ടോ? അവളെ ഇങ്ങനെ തനിച്ചു വിടേണ്ട കാര്യമൊന്നുമില്ലായിരുന്നുവെന്ന് അവൻ പറഞ്ഞു. വിനീതിന് ഭയങ്കര വിഷമമായിരുന്നു അവൾ ഇങ്ങനെ ഒറ്റയ്ക്ക് കടയിലേക്ക് പോയി എന്നറിഞ്ഞപ്പോൾ. ആ സമയത്തിന് ശാരദ ചോദിക്കുന്നുണ്ട്, ഇതെന്താ മോനെ നിന്റെ കയ്യിലൊരു ബാഗ്? അതെ, ഞാൻ ടൗണിൽ പോയപ്പോൾ കുറച്ച് പച്ചക്കറികളും പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചതാണ് ഇങ്ങോട്ടേക്ക് വേണ്ടിയിട്ട്. ഏയ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു മോനെ, ഇവിടെ അത്യാവശ്യത്തിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് ശാരദ പറഞ്ഞപ്പോൾ അതൊന്നും സാരമില്ല അമ്മായി, ഇതിവിടെ ഇരുന്നോട്ടെ എന്ന് വിനീത് പറഞ്ഞു. ആവശ്യം വരും, ഇതൊരു വീടല്ലേ, എപ്പോഴും ഇങ്ങനെ കടയിലൊക്കെ ഇങ്ങനെ ഓടി നടക്കാൻ പറ്റുമോ? എപ്പോഴും കടയിലേക്ക് പോകാൻ പറ്റുന്ന കാര്യമാണോ? അങ്ങനെ എപ്പോഴും ഇവിടെ നിന്ന് കടയിലേക്ക് പോകാനായിട്ട് വേറെ ആരാ ഇവിടെ ഉള്ളത് എന്നൊക്കെ വിനീത് ചോദിച്ചു. അതെല്ലാം കേട്ടപ്പോൾ രാധമ്മയുടെ കണ്ണ് നിറഞ്ഞുപോയി. കാരണം ഈ വീട്ടിലെ ഓരോ കാര്യങ്ങളും അറിഞ്ഞും കേട്ടും ചെയ്യുന്നവനാണ് വിനീത്. അങ്ങനെ കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷമാണ് വിനീത് അവിടെ നിന്നും പോകുന്നത്. ഈ സമയത്തിന് രാധമ്മ പറഞ്ഞു, കണ്ടില്ലേ അവൻ എത്ര സ്നേഹത്തോടെയാണ് ഈ കുടുംബത്തോട് പെരുമാറുന്നതെന്ന്. അരവിന്ദൻ പോയാലും സ്വന്തം കുടുംബത്തെ പോലെ തന്നെയാണ് വിനീത് ഇപ്പോഴും നമ്മളെയൊക്കെ സ്നേഹിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ശാരദ പറയുന്നുണ്ട്, ആ അത് ശരിയാണ്, അവൻ നല്ലവൻ തന്നെയാണ്. ദേ ശാരദേ, ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്നോട് ദേഷ്യം തോന്നിയിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറയാണ് രാധമ്മ. എന്താ അമ്മയെന്ന് ശാരദ ചോദിച്ചു. അല്ല, വീട്ടിൽ സ്വർണം വെച്ചിട്ട് നാട്ടിൽ തേടി നടക്കേണ്ട കാര്യം നമുക്കുണ്ടോ? രാധമ്മ ചോദിക്കാണ്. എന്താ അമ്മ ഈ പറയുന്നത് എന്ന് ശാരദ തിരക്കി. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, വിനീതിൻ്റെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ? അത്ര നല്ല സ്വഭാവമാണ് അവനുള്ളത്. അപ്പോൾ പിന്നെ അവൻ്റെയും ഗംഗയുടെയും കൂടെ കല്യാണം അങ്ങ് നടത്തിയാൽ പോരെ? ആ ജയബാലൻ പറഞ്ഞ ആലോചനയായിട്ട് മുന്നോട്ട് പോവേണ്ട കാര്യമുണ്ടോ എന്ന് രാധമ്മ ചോദിച്ചു. അല്ല, അത് പിന്നമ്മേ, ജയബാലൻ അങ്ങനെ ഒരു ആലോചനയെക്കുറിച്ച് പറഞ്ഞു. നമുക്ക് നോക്കാമെന്ന് ഞാനും പറഞ്ഞു എന്നേ ഉള്ളൂ. കല്യാണം ഉറപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ എന്ന് ശാരദ മറുപടി നൽകി. അല്ല, അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വിനീതിന് ഗംഗയെ അത്രമാത്രം ഇഷ്ടമാണ്. അവനെക്കുറിച്ച് നമുക്കും അറിയാവുന്നതല്ലേ എന്ന് രാധമ്മ പറഞ്ഞു. ആ സമയത്തിന് ശാരദ പറയുന്നുണ്ട്, അമ്മേ ഇതൊക്കെ ഇപ്പം നടക്കുന്ന കാര്യമാണോ? അരവിന്ദേട്ടനുണ്ടായിരുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് സംസാരിച്ചതല്ലേ? അപ്പോൾ ഗംഗക്കൊട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്കത് ഇഷ്ടപ്പെടുമെന്ന് ശാരദ ചോദിച്ചു. അത് കേട്ടപ്പോൾ രാധമ്മ പറയുന്നുണ്ട്, അത് മുൻപത്തെ കാര്യമല്ലേ, ഇപ്പോൾ പക്ഷേ അങ്ങനെയൊന്നും ആയിരിക്കില്ല. ഞാൻ നോക്കിയിട്ട് അവർ രണ്ടുപേരും കൂടി ഒന്നിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. വെറുതെ എന്തിനാ ഗംഗയുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നത്? അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? വിനീതാണെങ്കിൽ അവളെ പൊന്നുപോലെ നോക്കിക്കോളും, അതാണ് നല്ലതെന്ന് എനിക്കും തോന്നുന്നു, രാധമ്മ പറഞ്ഞു. അപ്പോഴേക്കും ശാരദ പറഞ്ഞത്, അത് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ലമ്മേ. എന്താ അത് ശരിയാവാത്തത് എന്ന് രാധമ്മ ചോദിച്ചപ്പോൾ, ഗംഗ കതിൽ ഇപ്പോൾ ഇഷ്ടപ്പെടില്ല. എന്തായാലും ജയബാലേട്ടൻ കൊണ്ടുവന്ന ആലോചനയല്ലേ, അവർ വരട്ടെ, നമുക്ക് നോക്കാമെന്ന് ശാരദ പറഞ്ഞു. അവസാനം രാധമ്മക്ക് ദേഷ്യം വരികയാണ്. അവരവിടെ നിന്നും എഴുന്നേറ്റ് പോയി. പിന്നീട് രാധമ്മ സുജാതയെ കാണാനായിട്ട് ചെല്ലുകയാണ്. എന്നിട്ട് സുജാതയോട് സംസാരിക്കുന്ന സമയത്തിന് സുജാത ചോദിച്ചു, എന്തു പറ്റിയമ്മേ, ഇങ്ങോട്ടേക്കൊക്കെ വരാൻ എന്താ കാരണം? അല്ല, നിന്നെന്ന് കണ്ടിട്ട് പോവാമെന്ന് കരുതി വന്നതാണെന്ന് രാധമ്മ പറയും. ഓ, ഇപ്പം എന്ത് കാണാനാണ്? അമ്മയോട് ഞാൻ ഇവിടെ നിൽക്കാൻ പറഞ്ഞതല്ലേ. അപ്പം അമ്മക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ആ ശാരദയുടെ കൂടെ അവളുടെ വീട്ടിൽ ചെന്ന് നിന്നാൽ മാത്രമേ അമ്മക്ക് സമാധാനം കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സുജാത അമ്മയെ പരിഹസിച്ചു. എടി, അതിന് ശാരദയും മക്കളും അവിടെ തനിച്ചല്ലേ ഉള്ളൂ, അവിടെ ആരെങ്കിലുമൊക്കെ വേണ്ടേന്ന് രാധമ്മ ചോദിച്ചു. വേണം, അമ്മക്കല്ലെങ്കിലും അരവിന്ദൻ്റെ വീട്ടിൽ നിന്നാൽ മാത്രമേ സമാധാനമാവത്തുള്ളൂ എന്നൊക്കെ പറയാണ് സുജാത. അങ്ങനെ സുജാത അമ്മയെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. ഈ സമയത്തന്നെ രാധമ്മ പറയുന്നുണ്ട്, എടി നിന്നോട് വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല ഞാൻ. പിന്നെ എന്തിനു വന്നതായിരിക്കും? അല്ലെങ്കിലും ആ വീടുമായിട്ട് ഞാൻ അത്ര അടുപ്പത്തിലൊന്നുമല്ല. എൻ്റെ വിനീത് മോന് വേണ്ടിയിട്ട് ആ ഗംഗയെ ആലോചിച്ചപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായത്. ഓ, എൻ്റെ മോന് ഇത്തിരി പഠിപ്പും പത്രാസും ഒക്കെ കുറവാ. ഗൾഫുകാരൻ വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നല്ലോ. എന്നിട്ട് വേറെ കല്യാണം കൊണ്ടുവന്നു. എന്നിട്ടത് നടന്നോ? അവരുടെ അഹങ്കാരത്തിന് കിട്ടിയ കൂലിയാണിത് എന്നൊക്കെ പറഞ്ഞ് സുജാത കുറേയധികം ദേഷ്യപ്പെട്ടു. ഇതൊക്കെ കേട്ടപ്പോൾ രാധമ്മ പറയുന്നുണ്ട്, അതെ, ഞാൻ അതിനെക്കുറിച്ചും കൂടെ സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത്. ഗംഗയുടെയും വിനീതിൻ്റെയും കല്യാണം നമുക്കങ്ങ് നടത്തിയാലോ എന്ന് രാധമ്മ ചോദിച്ചു. എന്ത്, അവരുടെ കല്യാണോ? ഇത് കേട്ടപ്പോൾ സുജാത പറഞ്ഞു, അതെ, അത് നടക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ലമ്മേ. അതെന്താ എന്ന് രാധമ്മ ചോദിച്ചപ്പോൾ, അരവിന്ദേട്ടൻ മരിച്ചു കഴിഞ്ഞ് ഇപ്പോൾ അവരുടെ കയ്യിൽ പണവുമില്ല, സ്വർണവുമില്ല.
ഉള്ളതൊക്കെ ബാങ്കിൽ വെച്ചിരിക്കുകയാണ്. ഒന്നുമില്ലാതെ വന്നപ്പോൾ പെണ്ണിനെ ഇറക്കിവിടാൻ നിവൃത്തിയില്ലാതെ ശാരദ പറഞ്ഞു കാണും വിനീതിന്റെ തലയിലേക്ക് അങ്ങ് കെട്ടിവെക്കാമെന്ന്. അതല്ലേ സത്യമെന്ന് സുജാത ചോദിച്ചു. ദേ, അനാവശ്യം പറയരുത്. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇങ്ങനെയൊന്നും ചിന്തിക്ക പോലും ചെയ്യരുത്, രാധമ്മ പറഞ്ഞു. പിന്നെ അമ്മ പറയുന്നതൊക്കെ ഞാൻ അങ്ങോട്ടേക്ക് വിശ്വസിക്കണമെന്നാണോ? ഈ ഗംഗക്ക് എന്തൊരു ജാടയായിരുന്നു ഇത്രയും കാലം. അരവിന്ദനുണ്ടായിരുന്ന സമയത്തൊക്കെ അവൾക്ക് ഗൾഫുകാരനെ മാത്രം മതിയെന്നായിരുന്നു. ഇപ്പം എന്താ അവൾക്ക് എൻ്റെ മോനെ വേണമെന്ന് പറഞ്ഞോ? സുജാത ചോദിച്ചു. നീ ഒന്ന് സമാധാനപ്പെടു സുജാതെ. അവർ തമ്മിലുള്ള വിവാഹം നടക്കുന്നത് നല്ലതല്ലേ എന്ന് രാധമ്മ ചോദിക്കാണ്. ഓ, അമ്മക്ക് അങ്ങനെയൊക്കെ മോഹമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യേ, അമ്മ ചെന്നിട്ട് പറ ആ ശാരദയോട് ഗംഗയോടൊക്കെ എൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയാനേ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ ബന്ധത്തിന് സമ്മതിക്കാമെന്ന് പറയാണ് സുജാത. രാധമ്മയ്ക്ക് ഇത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമായി. നീ ഒന്നും ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് രാധമ്മ അവിടെ നിന്നും ഇറങ്ങി പോവാണേ. വൈകുന്നേരം ശാരദയും മക്കളും ഭക്ഷണം കഴിക്കാനിരിക്കുമായിരിക്കും. ശാരദ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുത്തു. പക്ഷേ കാവേരിക്ക് മാത്രം കൊടുത്തില്ല. കാവേരിക്ക് ഇത് കണ്ട് ദേഷ്യം വന്നു. ഇതെന്താ ഗംഗേച്ചി, എനിക്ക് മാത്രം തരാൻ ഇത്ര ബുദ്ധിമുട്ടിയെന്ന് അവൾ ചോദിച്ചു. അപ്പോഴേക്കും ശാരദ പറഞ്ഞു, നീ തനിച്ചെടുത്തങ്ങ് കഴിച്ചാൽ മതിയെന്ന്. അങ്ങനെ അവർ തമ്മിൽ അങ്ങ് വഴക്കായി. ഗംഗ പറയുന്നുണ്ട്, ഒന്ന് നിർത്തുന്നുണ്ടോ? എപ്പോഴും രണ്ടുപേരും വഴക്കായിരിക്കും. ഈ വീട്ടിൽ സമാധാനം എന്ന് പറയുന്നത് ഇല്ലാതായിരിക്കുന്നു. ഗംഗ സങ്കടപ്പെട്ടു. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ആ ജയബാലൻ അങ്കിളിനെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ് ഗംഗ. കാവേരിക്ക് ജയബാലിനെ വലിയ വിശ്വാസമായിരുന്നു. അയാൾ ഒരിക്കലും ചതിക്കില്ല എന്ന് അവൾ കരുതി. പക്ഷേ അയാളുടെ സ്വഭാവം ശാരദക്കറിയാമായിരുന്നു. അമ്മ എന്നോട് വഴക്കടിച്ചിട്ടൊന്നും കാര്യമില്ല, അയാൾ പക്ക ഫ്രോഡാണെന്ന് എനിക്കറിയാമെന്ന് കാവേരി പറഞ്ഞു. ഗംഗ പറയുന്നുണ്ട്, കാവേരി നീ ഒന്നും മിണ്ടാതിരിക്ക്. ശാരദ പറയുന്നുണ്ട്, ഇന്ന് ജയബാലട്ടൻ ഇവിടെ വന്നിരുന്നു. നിന്റെ കുറ്റങ്ങളൊക്കെ പറഞ്ഞു കാണുമെന്ന് ഞാൻ കരുതിയതാണ്. പക്ഷേ അയാൾ വന്നത് ഗംഗക്കൊരു ആലോചനയുമായിട്ടാണ്. എന്ത് കല്യാണോ? ആർക്കാ അമ്മയെന്ന് അവർ ചോദിച്ചു. ജയബാലിന്റെ സ്വന്തക്കാരിൽ ആരോ ഒരാളാണെന്ന് ശാരദ പറഞ്ഞു. കാവേരി പറയുന്നുണ്ട്, എങ്കിൽ അയാൾ പക്ക ഫ്രോഡായിരിക്കും. ഗംഗ പറയുന്നുണ്ട്, അമ്മയെ തൽക്കാലത്തേക്ക് ഞാൻ കല്യാണത്തെക്കുറിച്ചൊന്നും ഇപ്പം ചിന്തിക്കുന്നില്ല. അതെന്താടി അങ്ങനെ പറയുന്നത് എന്ന് ശാരദ ചോദിച്ചപ്പോൾ അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വീട്ടിലെ അവസ്ഥ എന്താണെന്നൊക്കെ. യമുനയുടെ ഫീസ് അടക്കാൻ പോലും നമ്മുടെ കയ്യിൽ പൈസയില്ല. അതൊക്കെ മറന്നിട്ടാണോ അമ്മ ഇങ്ങനെ പറയുന്നത്? കല്യാണ കാര്യമൊക്കെ ജയബാലട്ടൻ നോക്കിക്കോളുമെന്നാണ് പറഞ്ഞത് എന്ന് ശാരദ പറഞ്ഞു. കാവേരി പറയുന്നുണ്ട്, അതിൻ്റെയൊക്കെ പിന്നിൽ എന്തെങ്കിലും ഒരു ദുരുദ്ദേശം കാണും. അല്ലാതെ അയാൾ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. എന്തായാലും ഞങ്ങൾ ആരും ഇതിന് സമ്മതിക്കില്ല എന്ന് പറയാണവര്. യമുന പറയുന്നുണ്ട്, ഒന്ന് വന്ന് കണ്ടിട്ട് പോകുന്നതല്ലേ നല്ലത് എന്ന്. രാധമ്മ ശാരദയോട് ചോദിച്ചു, ഞാൻ പറഞ്ഞ കാര്യം നിന്റെ തലയിൽ ഇപ്പോഴും കയറിയില്ലേ എന്ന്. വിനീതിൻ്റെയും ഗംഗയുടെയും കല്യാണക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ യമുന പറയുന്നുണ്ട്, അച്ചമ്മേ, അങ്ങനെ നടത്തിയ ആ സുജാതാൻ്റെ ഗംഗേച്ചിക്ക് സമാധാനം കൊടുക്കുവോ? അവരുടെ സ്വഭാവം ആർക്കും പിടിക്കാത്തതാണ്. വെറുതെ ആ വീട്ടിൽ ചെന്ന് എൻ്റെ ചേച്ചി കഷ്ടപ്പെടേണ്ടി വരുമെന്ന് പറഞ്ഞു. ജയബാലൻ പറഞ്ഞ ആലോചന മതിയെന്ന് യമുന പറഞ്ഞപ്പോൾ കാവേരിക്ക് ദേഷ്യം വന്നു. ശാരദ പറയുന്നുണ്ട്, ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. ഈ വിവാഹം നടത്താൻ തന്നെയാണ് എൻ്റെ തീരുമാനമെന്ന് പറയും. കാവേരിക്ക് ദേഷ്യം വന്ന് അവൾ അവിടെ നിന്നും പോയി. ഇത്രയൊക്കെ ആയിട്ടും അമ്മ ജയബാലിനെ വിശ്വസിക്കുകയാണല്ലോ എന്നായിരുന്നു അവളുടെ വിഷമം. ഇതൊന്നും പാവം വിനീത് അറിയുന്നില്ല. നിവിനോട് അവൻ പറഞ്ഞു, ഗംഗ ഇപ്പോൾ എന്നോട് നല്ല അടുപ്പം കാണിക്കുന്നുണ്ട്. അവൾക്ക് എന്നോട് ഇഷ്ടമാണെന്ന് തോന്നുന്നു. വൈകാതെ തന്നെ ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കും. ഞങ്ങളുടെ കല്യാണം നടക്കാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയും. നീ ആഗ്രഹിക്കുന്നത് പോലെ നടക്കട്ടെ എന്ന് നിവിൻ പറഞ്ഞു. പിറ്റേ ദിവസം പെണ്ണ് കാണാനായി ആൾക്കാർ വരികയാണ്. ജയബാലൻ പറഞ്ഞയച്ച ആൾക്കാർ. യമുന ചേർന്ന് ഗംഗയെ ഒരുക്കുന്നുണ്ട്. പക്ഷേ അവളുടെ മുഖത്ത് ഒരു സന്തോഷവും തന്നെ ഉണ്ടായിരുന്നില്ല. കാവേരിക്ക് വല്ലാത്ത ദേഷ്യമായിരുന്നു. ജയബാലൻ കൊണ്ടുവരുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അവരും ഫ്രോഡുകളായിരിക്കും എന്നതായിരുന്നു കാവേരിയുടെ ചിന്ത. ഗംഗക്കും ഈ കല്യാണത്തിന് ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. പെണ്ണ് കാണാൻ വന്ന ജയബാലന്റെ ആളുകൾ വിചാരിച്ചതിലും വലിയ കുഴപ്പക്കാർ തന്നെയായിരുന്നു. ആർഭാടമായി കാറിൽ വന്നിറങ്ങിയ ആ ഒരു ചെറുക്കനും കുടുംബവും ഗംഗയെ അടിമുടിയൊന്ന് നോക്കി. പക്ഷേ കാവേരിയുടെ കണ്ണുകൾ ഉടക്കിയത് ജയബാലനിലും ആ ചെറുക്കൻ്റെ അച്ഛനും തമ്മിലുള്ള കൈമാറിയ ഒരു കവറിലായിരുന്നു. ഇത് വെറും ഒരു വിവാഹമല്ല, എന്തോ ഒരു കച്ചവടമാണെന്ന് കാവേരിക്ക് ഉറപ്പായി. ചായ കൊടുക്കാമെന്ന ഗംഗയുടെ കയ്യിൽ ചെറുക്കൻ അനാവശ്യമായിട്ടൊന്ന് സ്പർശിക്കാൻ നോക്കിയത് കണ്ടപ്പോൾ കാവേരിക്ക് നിയന്ത്രണം വിട്ടു. അവൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അയാളെ ആട്ടിപ്പായിച്ചു. വന്ന ചെക്കനാണെങ്കിൽ കാവേരിയുടെ അച്ഛൻ്റെ പ്രായമുണ്ടായിരിക്കും. ഇതൊക്കെ കണ്ടിട്ട് കാവേരിക്ക് ദേഷ്യം അങ്ങ് ഇരട്ടിച്ചു കയറാണ്. ദേഷ്യം സഹിക്കവയ്യാതെ കാവേരി എല്ലാവരുടെയും മുന്നിൽ വെച്ചായിരിക്കും അയാൾ അവിടെ നിന്നും ആട്ടിപ്പായിക്കുന്നത്. ജയബാലൻ തടയാൻ നോക്കിയെങ്കിലും കാവേരി അയാളുടെ ഫ്രോഡ് പരിപാടികൾ ഓരോന്നോരോന്നായി വിളിച്ചു പറഞ്ഞു. ശാരദക്കപ്പോഴാണ് തൻ്റെ തെറ്റ് മനസ്സിലായത്. അവൾ ജയബാലനെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. ഇതേ സമയം ഗംഗക്ക് മറ്റൊരു വിവാഹം ഉറപ്പിച്ചു എന്നറിഞ്ഞ് വിനീത് ആകെ തകർന്നു പോയി. അവൻ ആരോടും ഒന്നും മിണ്ടാതെ പുഴവക്കത്ത് പോയിരുന്നു. എന്നാൽ രാധമ്മ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല.
അവർ വീണ്ടും സുജാതയെ പോയി കണ്ടു. എടി, നിന്റെ മോൻ ആ പെണ്ണിനെ ഓർത്ത് ഉരുകിത്തീരുന്നത് നീ കാണുന്നില്ലേ? നിന്റെ അഹങ്കാരമാണോ അതോ അവൻ്റെ ജീവിതമാണോ നിനക്ക് വലുത് എന്നവർ ചോദിച്ചപ്പോൾ സുജാതയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. ഒടുവിൽ മകൻ്റെ സന്തോഷത്തിന് വേണ്ടി സുജാത തൻ്റെ വാശി ഉപേക്ഷിച്ചു. സുജാത നേരിട്ട് ശാരദയുടെ വീട്ടിലേക്കെത്തി ഗംഗയോടും ശാരദയോടും ക്ഷമ ചോദിച്ചു. ഗംഗയുടെയും വിനീതിൻ്റെയും വിവാഹം അവർ തന്നെ മുന്നിൽ നിന്ന് നടത്തിക്കൊടുക്കുമെന്ന് സുജാത ഏറ്റു. വിവാഹ ദിവസം വിനീത് ഗംഗയുടെ കഴുത്തിൽ താലി ചാർത്തുമ്പോൾ കാവേരിയുടെയും രാധമ്മയുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. തൻ്റെ പ്രിയപ്പെട്ട ഗംഗേച്ചിയെ പൊന്നുപോലെ നോക്കാൻ വിനീതിനേക്കാൾ മികച്ച മറ്റൊരാളില്ല എന്ന് കാവേരിക്ക് അറിയാമായിരുന്നു. പഴയ പിണക്കങ്ങളും ദാരിദ്ര്യങ്ങളും ഒക്കെ മറന്ന് ആ കുടുംബം വീണ്ടും സന്തോഷത്തിലേക്ക് മടങ്ങി വന്നു. പുഴ ഒഴുകുന്നത് പോലെ തടസ്സങ്ങളൊക്കെ കടന്ന് ഗംഗയുടെയും വിനീതിൻ്റെയും ജീവിതം പുതിയൊരു തീരത്തേക്ക് അടുത്തു. ഇതോടുകൂടെ തന്നെ കുടുംബത്തിൻ്റെ സങ്കടങ്ങളെല്ലാം തന്നെ അവസാനിച്ചു. സ്നേഹത്തിൻ്റെ പുതിയൊരു അധ്യായം അവിടെ തുടങ്ങുകയാണ്. അങ്ങനെ ഈ പുഴയും കടന്ന് സീരിയലിൽ ഇനി വരാൻ പോകുന്ന സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.